ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട തോരനാണ്. അതിന് വേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഇടുക, ദെൻ നമ്മൾ സവോള ഇടുക കേട്ടോ. സവോള ഇടുക, അത് കുറച്ച് ഉപ്പുകൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് വരട്ടുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സവോള നമ്മുടെ അനുസരിച്ച്, ഇപ്പോൾ ഞാൻ 4 നമ്മൾ 3 മുട്ടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് അനുസരിച്ച് കേട്ടോ. പിന്നെ നമ്മൾ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 4 ഗ്രീൻ ചില്ലി ആഡ് ചെയ്തേക്കുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കേട്ടോ. നമ്മുടെ സ്പൈസിനനുസരിച്ച് നമുക്ക് ഗ്രീൻ ചില്ലി നമുക്ക് ഇനിയും കൂട്ടാം. നന്നായിട്ട് വരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, കുരുമുളക്, അപ്പോൾ ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് എന്നിട്ട് വരട്ടുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കണക്കെന്നൊക്കെ പറയുമ്പോൾ ഒരു 3 മുട്ട, അതിൻ്റെ നമ്മൾ സ്പൈസിനനുസരിച്ച് വേണം ഏകദേശം എല്ലാം ചേർക്കാൻ വേണ്ടിയേ. ദെൻ നമ്മൾ നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. ദെൻ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന തക്കാളിക്കാണ്. ഒരു തക്കാളിക്ക് നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുക. ഇത് കഴിഞ്ഞ് നമ്മൾ സ്പൈസിന് വേണ്ടി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി നന്നായി വരട്ടി കഴിയുമ്പം ഇത് നമ്മൾ ഇതിൽ 3 മുട്ടയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 3 മുട്ട ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കി വെക്കുക. നമ്മളിനി സ്പൈസൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. അതൊരു ശകലം വെള്ളം, ഒരുപാട് വെള്ളം ആക്കരുത്, ഒരു കുറച്ചൊരു വെള്ളം. ഇത്രേശ്ശെ വെള്ളം ഞാൻ ശകലം കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഗരം മസാലയും ഇടുന്നുണ്ട്. ആ വീഡിയോ ഡിലീറ്റ് ആയി, അതുകൊണ്ട് ആഡ് ചെയ്യുന്ന വീഡിയോ ഇല്ലാത്ത കുറച്ച് ഗരം മസാലയും കൂടെ, ഇച്ചിരി നന്നായിട്ട് ഗരം മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മൾ ആ മുട്ടയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് നന്നായിട്ട് നമ്മൾ കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കിയൊക്കെ വരണ്ട് വരുമ്പോൾ ഈ ഒരു പരുവമാകും. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഗ്രീൻ ചില്ലിയും കൂടെ ഒരെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ച് കുറച്ചൊരു എരിവ് കൂട്ടാൻ വേണ്ടി. അപ്പം നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ.